ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സ്പോട്ട് ചെയ്യാൻ പോകുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയാണ് കേട്ടോ. തൃശ്ശൂരിൻ്റെയും ഷൊർണൂരിൻ്റെ ഇടയിൽ വരുന്ന ഒരു സ്റ്റേഷനാണ് ഈ വടക്കാഞ്ചേരി എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയൊരു സ്റ്റേഷൻ തന്നെയാണ്. കുറച്ച് ട്രെയിനുകൾക്കൊക്കെ സ്റ്റോപ്പുള്ള സ്ഥലവും കൂടെയാണിത്. അപ്പോൾ ഇന്നിവിടെയാണ് നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വേനാട് എക്സ്പ്രസ്സിലാണ് വന്നത്. ഒരു 11:30 എത്തേണ്ട വണ്ടി 11:45 ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വേനാടിൻ്റെ ഡെസ്റ്റിനേഷന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ് കേട്ടോ ഈ വടക്കാഞ്ചേരി എന്ന് പറയുന്നത്. അപ്പം ഇനി തിരിച്ച് വേനാടി തന്നെയാണ് തിരിച്ച് പോകുന്നത്. 3 മണിയാകുമ്പോൾ വേനാട് വരും, അതിനകത്ത് പോകാനാണ്. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറാണ് ഇന്ന് സ്പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അകത്തെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. അതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വരുന്നത്, അതാണ്. പിന്നെ ഇവിടെ ഒരു FOB ഉണ്ട്. ആ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൊർണൂർ പാലക്കാട് പോകുന്ന റൂട്ടാണ് അങ്ങോട്ട് കേട്ടോ. പിന്നെ ഇവിടെ 4 ട്രാക്കാണ് വരുന്നത്. ലൂപ്പ് ലൈൻ ഉണ്ട്, നടുക്കൂടെ 2 മെയിൻ ലൈൻ ഉണ്ട്. അങ്ങോട്ട് തൃശ്ശൂരാണ് കേട്ടോ. ഇവിടെ വലിയൊരു വളവാണ്. ഏകദേശം നമുക്ക് കണ്ട ഒരു ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഇവിടെ തോന്നുന്നത് കേട്ടോ. വലിയൊരു കർവാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ ഇപ്പോൾ ബാക്കിൽ ഒരു ട്രാക്കുണ്ട്. ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നില്ല കേട്ടോ. ട്രാക്കെല്ലാം തുരുമ്പെടുത്ത് കിടക്കുകയാണ്. ഇങ്ങനെയാണ് ഇവിടെ വ്യൂ വരുന്നത്. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. ഞാൻ തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു റൂഫ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല. പിന്നെ അങ്ങോട്ടൊക്കെ ഇരിക്കാൻ സ്ഥലമുണ്ട്. അവിടെ റൂഫൊക്കെ ഉണ്ട്. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തെ സൈഡ് നല്ല തണലൊക്കെ ഉണ്ട് കേട്ടോ. മരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ നല്ല തണലൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇപ്പം നമ്മളിവിടെ വന്നിട്ട് ആദ്യം സ്പോട്ട് ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോപ്പുള്ളൊരു വണ്ടിയാണ് കേട്ടോ. മംഗലാപുരത്തുനിന്ന് കന്യാകുമാരി വരെ ഡെയിലി സർവീസ് നടത്തുന്ന പരശുറാം എക്സ്പ്രസ് ആണ് കേട്ടോ. വണ്ടി അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വണ്ടിയാണ് നമ്മൾ ആദ്യം സ്പോട്ട് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട്. അങ്ങനെ പരശുറാം വന്നിട്ട് പോയി കേട്ടോ. ഇനിയിപ്പോൾ പരശുറാം പോയ ഉടനെ തന്നെ അടുത്ത വണ്ടി വരാറായിട്ടുണ്ട്. അതിനിവിടെ സ്റ്റോപ്പുള്ളതാണ്. ധാൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ആണ് കേട്ടോ. അത് 1 മണിക്കൂർ ഇന്ന് ലേറ്റാണ്. പരശുറാം ഒരു അരമണിക്കൂർ ലേറ്റ് ഉണ്ടായിരുന്നു ഇന്ന്. അപ്പം അടുത്തതിന് ധാൻബാദ് ആലപ്പുഴ വരുന്നുണ്ട്. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ ധാൻബാദ് ആലപ്പുഴയും വന്നിട്ട് പോയി. ധാൻബാദ് ആലപ്പുഴ പോയതിന് ഉടനെ തന്നെ ഇവിടെ ഷൊർണൂർ ഭാഗത്തേക്ക് ഗ്രീൻ സിഗ്നൽ കിടപ്പുണ്ട് കേട്ടോ. വണ്ടിയൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഇനി വല്ല ഗുഡ്സ് ട്രെയിൻ ആയിരിക്കും. ഏതാണെന്ന് നോക്കാം കേട്ടോ.
சரி அந்த பிள்ளை காசு நான் பெரிய பிள்ளைக்கு வந்து உள்ளார ஜிம் சென்டர் சொல்ல சரி அவங்க போய் தெரியாதியா சரி சரி ടീൻസ് WH7 വെച്ചിട്ട് BTPN ആണ് ഇപ്പോൾ പോയത്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ, ഇവിടെ ഭയങ്കര വെയിലാണ്. ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയി ബാക്കി സ്പോട്ട് ചെയ്യാൻ നിൽക്കുക. അതിനുമ്പോൾ ഒരു ട്രെയിനും കൂടെ വരാനുണ്ട് കേട്ടോ, ഒരു ശബരിമല സ്പെഷ്യലാണ്. കൊല്ലത്തുനിന്ന് മഹാരാഷ്ട്രയിലോട്ട് പോകുന്ന ഒരു ശബരിമല സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അത് വരാറുണ്ട്, അതും കൂടെ സ്പോട്ട് ചെയ്തിട്ട് ഞാൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകാൻ വിചാരിക്കുക. ഇവിടെ ഭയങ്കര വെയിൽ, നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം അടുത്ത് അതായിരിക്കും സ്പോട്ട് ചെയ്യുന്നത് കേട്ടോ, കൊല്ലത്തുനിന്ന് മഹാരാഷ്ട്രയിലോട്ട് പോകുന്ന ഒരു ശബരിമല സ്പെഷ്യലാണ് കേട്ടോ. അങ്ങനെ മഹാരാഷ്ട്രയിലോട്ട് പോകുന്ന ശബരിമല സ്പെഷ്യൽ ഇവിടെ പോയിട്ടുണ്ട്. ഇവിടെ വന്ന് ആദ്യം പിടിച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഇവിടെ കിടന്നു കേട്ടോ. മറ്റേ ഗുഡ്സ് ട്രെയിൻ ഇപ്പോൾ പോയതേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഇവിടെ പിടിച്ചിട്ടതാണ്. 5 മിനിറ്റ് കിടന്നിട്ട് അത് പോയി കേട്ടോ. അത് വേറെ വണ്ടി വരുന്നുണ്ട് കേട്ടോ, അത് മറ്റേ ഞാൻ പറയാം, മറ്റേ കോയമ്പത്തൂർ പാലക്കാട് സേലം വഴി പോകുന്ന വണ്ടിയാണ് ഈ ശബരിമല സ്പെഷ്യൽ. ഇനിയിപ്പോൾ അടുത്ത വണ്ടി ഇതാ വരുന്നുണ്ട്, അതെന്ന് പറയുന്നത് മറ്റേ ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂർ പോകുന്ന പാസഞ്ചറാണ് കേട്ടോ. നമ്മൾ നേരത്തെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്, അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്.
അങ്ങനെ ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചർ പോയി കേട്ടോ. ഇപ്പോൾ ഞാൻ FOBയിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്നുകൊണ്ട് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോവാം. കൊച്ചുവേളിയിൽ നിന്ന് ഗോരഖ്പൂർ വരെ പോകുന്ന റെപ്തിസാഗർ വരുന്നുണ്ട്. അതിന് ഇവിടെ സ്റ്റോപ്പുണ്ട്, അത് വരാറായിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ നിന്ന് സ്പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ റെപ്തിസാഗർ വന്നിട്ട് പോയി കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്ന പട്നയിൽ നിന്ന് എറണാകുളം വരെ ആഴ്ച 2 ദിവസം മാത്രം സർവീസ് നടത്തുന്ന വണ്ടിയാണ്. അതിനിവിടെ സ്റ്റോപ്പൊന്നുമില്ല കേട്ടോ. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്. ശനി ഞായറുമാണ് ഇത് സർവീസ് നടത്തുന്നത് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ് നമ്മൾ സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ പട്ന എറണാകുളം എക്സ്പ്രസ്സും പോയി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിന് ശേഷം നമ്മളിപ്പോൾ സ്പീഡിന് തോന്നുന്നു വണ്ടി ഇപ്പോഴാണ് കാണുന്നതെന്ന് തോന്നുന്നല്ലേ. പിന്നെ BTPയും പോയി, എന്നാലും അത്ര സ്പീഡ് പോരായിരുന്നു, ലോഡായിട്ട് പോയില്ലേ, അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ പട്ന എറണാകുളത്ത് നല്ല സ്പീഡിലാണ് പോയത്. ഇനിയും സ്റ്റോപ്പുള്ള വണ്ടികളുണ്ട് കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശോകത്തിൻ്റെ അല്ല, നമുക്ക് വീഡിയോ ഒരുപാട് ലെന്തി പോകും. ലൂപ്പ് ലൈൻ ആയതുകൊണ്ടേ വണ്ടി വരുന്നത് നിർത്തി പിന്നെ എടുത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം എടുക്കാനും പറ്റത്തില്ല. എടുത്തു കഴിഞ്ഞാൽ അത്രയും നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്, വീഡിയോയുടെ ലെന്ത് കൂടുതലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്ന അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ശബരി എക്സ്പ്രസ് ആണ് കേട്ടോ. ശരിക്കും പരശുറാമാണ് വരേണ്ടത്. പരശുറാം ഇപ്പോൾ മുളങ്കുന്നത്താവ് പിടിച്ചിട്ടേക്കുക, എന്നിട്ട് അതിന് ഓവർടേക്ക് ചെയ്തിട്ടാണ് ശബരി വരുന്നത്. ശബരിക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, വടക്കാഞ്ചേരിയിൽ.
തിരുവനന്തപുരത്ത് നിന്ന് സെക്കന്ദരാബാദ് പോകുന്ന ശബരി എക്സ്പ്രസ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരശുരാമം ഇവിടെ എത്തേണ്ട സമയം എന്ന് പറയുന്നത് 12:50 കേട്ടോ. എന്നിട്ട് ഷൊർണൂർ എത്തേണ്ട ടൈം 2 മണിയാണ്. ഒന്ന് ആലോചിക്കുക, അത്ര സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടുന്ന് അടുത്താണ് ഷൊർണൂർ എന്ന് പറയുന്നത് കേട്ടോ. 1 മണിക്കൂർ കൂടുതലൊന്നും പരശുരാമിന് ആവശ്യമില്ല ഷൊർണൂർ കയറാൻ. അതുകൊണ്ടാണ് മുളങ്കുന്നത്ത് പിടിച്ചിട്ടേക്കുന്നത്. ശബരി എന്ന് പറയുമ്പോൾ ഇനി ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ ഇനി ഒറ്റപ്പാലത്ത് സ്റ്റോപ്പാണെന്ന് തോന്നുന്നു. ഒറ്റപ്പാലം പിന്നെ പാലക്കാടാണ് കേട്ടോ. അതിപ്പം ടൈമിന് പോകാൻ വേണ്ടിയാണ് മുളങ്കുന്നത്ത് പരശുരാമനെ പിടിച്ചിട്ടിട്ട് ശബരി ഓവർടേക്ക് ചെയ്ത് വരുന്നത് കേട്ടോ. ശബരിക്ക് നേരത്തെ പണ്ട് വടക്കാഞ്ചേരി സ്റ്റോപ്പില്ലായിരുന്നു. കഴിഞ്ഞ വർഷം 2024 1-ാം തീയതിയാണ് ഇവിടെ സ്റ്റോപ്പ് കൊടുക്കുന്നത്. കാരണം ഈ ശബരി ഷൊർണൂർ കയറി വരുന്ന ഒരു വണ്ടിയായിരുന്നു. ഷൊർണൂർ കയറി ലോക്കോ റിവേഴ്സ് എടുത്ത് വന്നുകൊണ്ടിരുന്ന എക്സ്പ്രസ് ആയിരുന്നു ശബരി എക്സ്പ്രസ്. അത് കഴിഞ്ഞ 2024 ജനുവരി 1 തൊട്ട് അത് നിർത്തലാക്കിയിട്ട് അല്ലാതെ ഷൊർണൂർ കയറാതെ വരാൻ തുടങ്ങി. അപ്പം ഷൊർണൂർ സ്ഥിരം ഇറങ്ങുന്ന പാസഞ്ചേഴ്സിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി വടക്കാഞ്ചേരി സ്റ്റോപ്പ് കൊടുത്തു. അങ്ങനെയാണ് വടക്കാഞ്ചേരി ശബരി എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ശബരി വരാറായിട്ടുണ്ട്. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ ശബരി എക്സ്പ്രസ് വന്നിട്ട് പോയി കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യുന്നത് കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരം പോകുന്ന പരശുറാം എക്സ്പ്രസ് ആണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ അനൗൺസ്മെൻറ്റിൽ ഇപ്പോഴും നാഗർകോവിൽ എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നേരത്തെ മറ്റേ റപ്തിസാഗർ വന്ന സമയത്ത് തിരുവനന്തപുരം നോർത്തിന് പകരം കൊച്ചുവേളിയിൽ നിന്ന് തന്നെയായിരുന്നു ഇവിടെ അനൗൺസ്മെൻറ്റും പറയുന്നത് കേട്ടോ. അപ്പം പരശുറാം വരാറായിട്ടുണ്ട്. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഇങ്ങേ അറ്റത്തു നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. ഞാൻ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട് മഴ പെയ്യുന്ന സമയത്ത്. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ. അവിടെ ഒരു മല പോലെ ഉണ്ട് കേട്ടോ ആ വശത്ത്. ഇപ്പുറത്തെ ഒരു മലയുണ്ട് കേട്ടോ അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നതുകൊണ്ട്. അങ്ങ് ദൂരെ കണ്ടോ ആ പാലത്തിനോട് മലകളുണ്ട് കേട്ടോ. ഇവിടെ പണ്ട് ലെവൽ ക്രോസ് ആയിരുന്നെന്ന് തോന്നുന്നു അതിൻ്റെ ഇവിടെയൊക്കെ കിടക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടെ നിന്നുള്ള വ്യൂ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ. ഇപ്പം ആരുമില്ല കേട്ടോ. പരശുരാമം കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇനി ആരുമില്ല. ഇനിയിപ്പോൾ 3 മണിക്കേ വണ്ടിയുള്ളൂ.
ഇപ്പോൾ സമയം 1:30 ആവുന്നേ ഉള്ളൂ. അങ്ങനെ പരശുറാം എക്സ്പ്രസ് വന്നിട്ട് പോയി കേട്ടോ. ഇനി ഇവിടെ സ്റ്റോപ്പുള്ള വണ്ടികളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പം നമുക്ക് സ്കിപ്പ് ചെയ്യുന്ന വണ്ടികളെ സ്പോട്ട് ചെയ്യാനുള്ളൂ. ഇനിയിപ്പം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി 3 മണിക്ക് വേനാട് എക്സ്പ്രസ്സിനാണ് ഇവിടെ സ്റ്റോപ്പുള്ളൂ. ആ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്, അതുകൊണ്ട് അത് ഞാൻ സ്പോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് മുമ്പേ ഇതിലെ കൂടെ സ്കിപ്പ് ചെയ്യുന്ന വണ്ടികളാണ് ഇനി സ്പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് മുംബൈ ലോക്മാന്യ തിലകിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് വരെ സർവീസ് നടത്തുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കേട്ടോ. ആഴ്ച 2 ദിവസം മാത്രമേ ഇത് സർവീസ് നടത്താറുള്ളൂ. ഞായറും ബുധനുമാണ് ഇത് സർവീസ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ അത് വരാറായിട്ടുണ്ട്. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ മുംബൈ തിരുവനന്തപുരം വണ്ടിയും പോയി കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യുമ്പോൾ വീക്കിലി എക്സ്പ്രസ് ആണ്. സിലിച്ചാറിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന അരണൈ എന്ന് പറയുന്ന എക്സ്പ്രസ് ആണ് വരുന്നത്. അത് ഞായറാഴ്ച മാത്രം സർവീസ് എടുത്ത വണ്ടിയാണ്. അത് വരാറായിട്ടുണ്ട്. ഇന്ന് ഓൺ ടൈം ആണ് കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഈ വണ്ടി കാണാൻ പോകുന്നത്. നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം ഇത് എപ്പോഴും ലേറ്റായിട്ട് വരുന്ന വണ്ടിയാണ്, അതുകൊണ്ട് ഇന്ന് ഓൺ ടൈം ആണ്. അപ്പോൾ അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. സിലിച്ചാർ തിരുവനന്തപുരം അരണ എക്സ്പ്രസ് സ്കിപ്പ് ചെയ്ത് പോയി കേട്ടോ. ഒരു വൃത്തിയില്ലാത്ത വണ്ടി കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ വണ്ടി ഇത്രയും വൃത്തിയില്ലാത്ത വണ്ടി ആയിരിക്കുമെന്ന്. പുറമേ നോക്കുമ്പോഴേ വൃത്തിയൊന്നുമില്ല, അപ്പോൾ അകത്തും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ആ പടം ധാൻബാദ് ആലപ്പുഴയിൽ പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസേ ഉള്ളൂ. അതും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അകത്തൊരു വൃത്തിയില്ലാത്തൊരു വണ്ടി. ഒരു വട്ടം ഞാൻ പോയിട്ടുള്ളൂ കേട്ടോ. അതുപോലെ അതിനെക്കാട്ടി മുമ്പ് ഞാൻ ഹിമസാഗർ ഒരു വട്ടം പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ട്രെയിനിനകത്ത് ഇത്രയും വൃത്തിയില്ലാത്ത ട്രെയിനുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഹിമസാഗർ എക്സ്പ്രസ്സിൽ ട്രാവൽ ചെയ്തപ്പോഴാണ് കേട്ടോ. അത് സ്ലീപ്പറിലാണ് ട്രാവൽ ചെയ്തത്. എന്നിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. അതോടെ മനസ്സിലായി എല്ലാ ട്രെയിനുകളും ഒരേപോലെ ഒന്നും അല്ലെന്ന് മനസ്സിലാക്കിയത്. അത് ഞാൻ ഇവിടെ പോയത് ആലുവയിൽ നിന്ന് കൊല്ലം വരെ കണ്ടാണ് യാത്ര ചെയ്തത് കേട്ടോ, സ്ലീപ്പറിനകത്ത്. അപ്പം അങ്ങനെ വൃത്തിയില്ലാത്ത ഏതൊരു ട്രെയിനാണ് ഈ അരുണ എക്സ്പ്രസ് എന്ന് മനസ്സിലായിരുന്നു. ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ മതിയായി. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്ന ട്രെയിൻ ഏതാണെന്ന് അറിയില്ല കേട്ടോ. കാരണം ഷൊർണൂരിൻ്റെ അവിടെ ആ ഒരു ഭാഗത്ത് 3 ട്രെയിൻ കിടപ്പുണ്ട്. അതിൽ ഏതാ ആദ്യം വരുന്നതെന്ന് അറിയത്തില്ല. ഷൊർണൂർ സ്റ്റേഷനിൽ 2 കിടപ്പുണ്ട്. നിസാമുദ്ദീൻ തിരുവനന്തപുരം വണ്ടിയുണ്ട്. അത് ലേറ്റാണ് കേട്ടോ. 1 മണിക്കൂർ കൂടുതൽ ഏകദേശം ലേറ്റാണ്. പിന്നെ അരമണിക്കൂർ ലേറ്റായിട്ട് ഏറനാട് കിടപ്പുണ്ട്. പിന്നെ പാലക്കാട് നിന്ന് വരുന്ന ദിബ്രുഗർ കന്യാകുമാരി വിവേക് എക്സ്പ്രസ് വരുന്നുണ്ട്. അതും 1.25 മണിക്കൂർ ലേറ്റാണ്. അതും ഷൊർണൂർ ഭാഗത്ത് കിടക്കുകയാണ്, ഭാരതപുരയുടെ ആ ഭാഗത്തായിട്ട് കാണിക്കുകയാണ്. ആരാണ് ആദ്യം ഇവിടെ വരുന്നതെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഇനി ഇപ്പുറത്തുനിന്ന് ഇപ്പം വണ്ടിയില്ല. ഇപ്പോൾ തൃശ്ശൂർ ഒരു വണ്ടി ആയിട്ടുണ്ട്. മുംബൈ ലോക്മാന്യ തിലക് പോകുന്ന ഗരീബ്രാത് എക്സ്പ്രസ് ആണ് കേട്ടോ. അതിന് ഇവിടെ എത്തുമ്പോൾ കുറച്ച് ടൈം എടുക്കും. എന്തായാലും ഈ വശത്തു നിന്നായിരിക്കും അടുത്ത വണ്ടി വരുന്നത്. ഏതാണെന്ന് നോക്കട്ടെ, എന്നിട്ട് അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അപ്പം ഇനി അടുത്ത വരുന്ന വണ്ടി എന്ന് പറയുന്നത് ഏറനാട് എക്സ്പ്രസ് ആണ് കേട്ടോ. അത് വരാറായിട്ടുണ്ട്. ഏറനാടാണ് അപ്പോൾ ആദ്യം അവിടെ നിന്ന് എടുത്തേക്കുന്നത്. മംഗലപുരത്തു നിന്ന് തിരുവനന്തപുരം വരെ ഡെയിലി സർവീസ് നിന്ന് ഏറനാട് എക്സ്പ്രസ് അത് വരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്.
ഏറനാട് എക്സ്പ്രസ് സ്കിപ്പ് ചെയ്ത് പോയി. ഇന്ന് WP7 ആയിരുന്നു കൊടുത്തിരുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്ന 2 വണ്ടികളാണ്. ഒന്ന് ദിബ്രുഗർ കന്യാകുമാരി വിവേക് എക്സ്പ്രസ് ആണ് ഡെയിലി സർവീസ് നടത്തുന്നത്. ഇന്ന് 1.25 മണിക്കൂർ ലേറ്റാണ് വണ്ടി. പിന്നെ ഇപ്പുറത്തുനിന്ന് നമ്മുടെ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മുംബൈ ലോക്മാന്യ തിലക് വരെ പോകുന്ന ഗരീബ് രാത്ത് എക്സ്പ്രസ് ആണ് കേട്ടോ. ആഴ്ച 2 ദിവസമാണ് സർവീസ് നടത്തുന്നത്. ഞായറാഴ്ചയും വ്യാഴാഴ്ചയാണ് അതും വരാറായിട്ടുണ്ട് കേട്ടോ. ആദ്യം ഗരീബ് രാത്ത് ആയിരിക്കും മിക്കവാറും വരുന്നത്. കാരണം അതിനിപ്പം വടക്കാഞ്ചേരി എത്താറായി, ഒരു 3-4 കിലോമീറ്ററും കൂടെ ഉള്ളൂ. മറ്റേത് തൊട്ടടുത്ത സ്റ്റേഷൻ ആയിട്ടുള്ളൂ വിവേക് എക്സ്പ്രസ്. അപ്പോൾ അത് രണ്ടുമാണ് ഇനി അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ വിവേക് എക്സ്പ്രസ്സും പിന്നെ ഗരീബ് രാത്ത് എക്സ്പ്രസ്സും സ്കിപ്പ് ചെയ്ത് പോയി കേട്ടോ. വിവേക് എക്സ്പ്രസ് ഇന്ന് 1.25 മണിക്കൂർ ലേറ്റ് ഉണ്ടായിരുന്നു. ഗരീബ് രാത്ത് ഓൺ ടൈം ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത് നിസാമുദ്ദീൻ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന വീക്കിലി എക്സ്പ്രസ് ആണ്. ഞായറാഴ്ച മാത്രം സർവീസ് എടുക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഇന്നത് 2 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ ആ വണ്ടി വരാറായിട്ടുണ്ട്. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ നിസാമുദ്ദീൻ തിരുവനന്തപുരം വണ്ടി പോയി കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യുന്ന എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ ഡെയിലി സർവീസ് എന്ന മംഗല ലക്ഷദ്വീപ് എക്സ്പ്രസ് വരാറായിട്ടുണ്ട് കേട്ടോ. അടുത്ത സ്പോട്ട് ചെയ്യുന്ന അതാണ്. ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് ഇന്ന് സ്പോട്ട് ചെയ്യുന്നതിൽ കേട്ടോ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ സ്പോട്ടിങ് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ. മൊത്തം സ്റ്റോപ്പുള്ള ട്രെയിൻ ആയതുകൊണ്ട് ലൂപ്പ് ലൈൻ കയറിയൊക്കെ വരുമ്പോൾ നല്ല സ്ലോയിൽ വന്ന് പോകുന്നതൊക്കെ. അപ്പോൾ അത് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ വന്ന എക്സ്പ്രസ് ട്രെയിൻ ആണെങ്കിൽ ഇവിടെ പിടിച്ചിട്ടായിരുന്നു ആദ്യം വന്നത്, മറ്റേ സ്പെഷ്യൽ ട്രെയിനൊക്കെ. പിന്നെ എക്സ്പ്രസ്സുകൾ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സ്പീഡിൽ തന്നെ വണ്ടികളെല്ലാം പോകുന്നുണ്ടായിരുന്നു. ഉച്ചയായപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പം വടക്കാഞ്ചേരി ഇത് 2ാമത്തെ തവണയാണ് ഞാൻ വടക്കാഞ്ചേരി വരുന്നത്. ആദ്യത്തെ തവണ ഞാൻ വന്നപ്പോൾ ഒരു 2-3
ട്രെയിനിൻ്റെ വീഡിയോസ് ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ വ്ളോഗൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അത് എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അന്ന് നല്ല മഴയായിരുന്നു, മഴ സമയത്ത് എടുത്തായിരുന്നു കേട്ടോ. അതിനിടെ തൃശ്ശൂർ എന്തോ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് വണ്ടികളൊക്കെ പിടിച്ചിട്ട് ഒരുപാട് ഡിലേ ആയിപ്പോയി. ഞാൻ അന്നാണ് ധാൻബാദ് ആലപ്പുഴയിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോയിൽ കാണാം.